Hi Makals, അഞ്ചുസാറാണ്. എടാ അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കമ്പൗണ്ട് ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റിൽ ഒരു വില്ലൻ വേഷത്തിൽ വരുന്ന ഒരു ഭാഗമാണ് ഐസോമറിസം എന്ന് പറഞ്ഞ ഭാഗം അല്ലെ. ഇത് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും എന്ന് തോന്നും, പക്ഷെ സിമ്പിൾ ആടാ. ഞാൻ കുറച്ച് ട്രിക്കോടെ അതാണ് സെറ്റ് ആക്കി തരാം. സോ എന്റെ മക്കളെ എല്ലാവരും അടിപൊളിയായിട്ടിരുന്നോ. സാറേ എത്ര ഐസോമറിസം നമുക്ക് പഠിക്കാനുള്ളത്? 4 ഐസോമറിസം പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഐസോമറിസം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയി തരാം. സോ എന്താ ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾ ഫസ്റ്റ് മനസ്സിലാക്കാം, ഒരു പോയിന്റ് ഒന്നാമത്തെ പോയിന്റ് സെയിം ആയിട്ടുള്ള ഒരാളേക്കാരം. സോ സെയിം ആയിട്ടുള്ള ഒരാൾ ഉണ്ടാവും ചെയ്യും. രണ്ടാമത്തെ പോയിന്റ് അപ്പൊ എന്തേക്കാരം? ഡിഫറെന്റ് ആയിട്ട് വ്യത്യാസമുള്ള വേറൊരാൾ ഉണ്ടാവും. ഇതാണ് സാധനം. അങ്ങനെയാണെങ്കിൽ സാറേ എന്താ ഐസോമറിസം പറഞ്ഞോളി. എന്നാ നോക്കിക്കോ, ദ കോമ്പൗണ്ട്സ് ഹാവിങ് ദ സെയിം മോളിക്യുലർ ഫോർമുല. ഒന്നാമത്തെ പോയിന്റിന്റെ മക്കൾ പഠിച്ചു. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഡിഫറെന്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ കോൾഡ് ഐസോമർ. വ്യത്യസ്ത രാസഭൗതിക സ്വഭാവങ്ങൾ കാണിക്കുന്ന ആളെ പറയുന്ന പേരാണ് ഐസോമർ എന്ന് പറഞ്ഞാൽ. ഈ പ്രോസസ്സിന് അല്ലെങ്കിൽ ഈ ഫിനോമിനയെ പറയുന്ന പേരാണ് ഐസോമറിസം. സിമ്പിൾ, എന്റെ മക്കൾ പേടിക്കണ്ട. ഒരേ തന്മാത്രാ സൂത്രം എന്ന് ആലോചിച്ചിരുന്നാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ സാറേ 4 അല്ലേ പഠിക്കാനുള്ളത്? 4 പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പഠിച്ചാലോ? ഒന്നാമത്തെ ഐസോമറിസത്തിന്റെ പേരാണ് ചെയിൻ ഐസോമറിസം. പേരും തന്നെ നമുക്ക് ഉത്തരത്തേക്ക് എത്തിക്കാട്ടോ എന്റെ മക്കൾ, ഞാൻ സെറ്റ് ആക്കി തരാം. സോ ചെയിൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾ ഫസ്റ്റ് മനസ്സിലാക്കുക, ബ്രെയിൻ അങ്ങോട്ട് സെറ്റ് ആക്കി വെക്കുക. ഒരാൾ സെയിം ആയിട്ടുള്ള പോയിന്റ് ഏക്കാരം. അപ്പൊ സാറേ എന്താണ് സെയിം ആയിട്ട് ഉണ്ടാവുക? ഞാൻ പറഞ്ഞുതരാം. ഒരേ തന്മാത്രാ സൂത്രം പഠിച്ചു. എന്താടാ? ഒരേ തന്മാത്രാ സൂത്രം അഥവാ സെയിം മോളിക്യുലർ ഫോർമുല. എന്താ സർ മോളിക്യുലർ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കണ ഈ ചോദ്യം 1 2 3 4 കാർബൺ, അപ്പൊ C4 എന്ന് എഴുതും. ഇനി ഹൈഡ്രജൻ എണ്ണുമ്പോൾ നമുക്ക് കിട്ടും ഹൈഡ്രജൻ 10, അപ്പൊ C4H10. ഇങ്ങനെ എഴുതുന്നതിനെ പറയുന്ന പേരാണ് മോളിക്യുലർ ഫോർമുല അഥവാ തന്മാത്രാ സൂത്രം. ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്, ടോട്ടൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ അതും എഴുതി വെക്കുക. ഇതിനെയാണ് തന്മാത്രാ സൂത്രം എന്ന് പറയാം. അപ്പൊ ഐസോമറിസം എന്ന് പറയുമ്പോൾ ഒരു ചോദ്യവും ഉണ്ടാവും, ഒരു ഉത്തരവും ഉണ്ടാവും. സോ ഈ ചോദ്യത്തിലെയും ഉത്തരത്തിലെയും തന്മാത്രാ സൂത്രം അഥവാ മോളിക്യുലർ ഫോർമുല സെയിം ആയിരിക്കണം. ഇതാണ് കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ സാറേ ചെയിൻ ഐസോമർസ് എന്ന് പറഞ്ഞാൽ എന്താ? എടാ ഒരേ തന്മാത്രാ സൂത്രം, അത് ഇനി മറക്കൂല സാറേ, സെയിം മോളിക്യുലർ ഫോർമുല. അപ്പൊ ഡിഫറെന്റ് ആയിട്ട് എന്താ വേണ്ടത് അറിയോ? ചെയിന് എന്നല്ലേ പഠിച്ചത്? അപ്പൊ ഡിഫറെന്റ് സ്ട്രക്ചർ ആക്കി കൊടുക്കുക, ഡിഫറെന്റ് ചെയിൻ ആയി കൊടുക്കുക. അതായത് ഇത് ചോദ്യമാണ്, ഇത് ഉത്തരമാട്ടോ. ഈ ചോദ്യത്തിൽ ഈ ചെയിൻ എങ്ങനെ പോണത്? നേരെ അല്ലേ പോണത്. അപ്പൊ അവന്റെ ചെയിൻ ഐസോമർ വരക്കാൻ പറഞ്ഞാൽ ആ ചെയിനിനെ ഒന്ന് എന്ത് ചെയ്താൽ മതി? വളച്ചു കൊടുത്താൽ മതി, പരിപാടി തീർന്നു. ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. അപ്പൊ ഉത്തരം ചോദ്യത്തിൽ C4H10 ആണ്, ഉത്തരത്തിലും C4H10. അപ്പൊ ഒരേ തന്മാത്രാ സൂത്രം, മോളിക്യുലർ ഫോർമുല സെയിം ആണ്, പക്ഷെ സ്ട്രക്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട് സാറേ. പരിപാടി കഴിഞ്ഞു, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് വരച്ചോക്കല്ല, നോയിക്കോടാ. CH3 CH2 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 CH3 ഇതാണ് ചോദ്യം കേട്ടോ. അപ്പൊ ഇവന്റെ മോളിക്യുലർ ഫോർമുല നമ്മൾ ഫസ്റ്റ് ചെയ്താണ് C5H12 എന്ന് എഴുതി. ഇനി ഇവന്റെ ഐസോമർ വരക്കാൻ പറഞ്ഞാൽ എന്റെ മക്കൾക്ക് ഏറ്റവും സിമ്പിൾ ആയി ഞാനൊരു വേ പറഞ്ഞുതരാം. ചോദ്യത്തിലും 5 കാർബണും വേണം, 12 ഹൈഡ്രജൻ വേണം. അപ്പൊ ഇതിലെ ഒരു കാർബണായിട്ട് കുറക്കുക, അപ്പൊ ടോട്ടൽ 4 ആയി. അപ്പൊ 1 2 3 4. ആ ഒഴിവാക്കിയ ഒന്നിനെ എവിടെങ്കിലും ഒരു ബ്രാഞ്ച് ആയിട്ട് ശാഖയായിട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഉത്തരം ശരിയായും ചെയ്തോളൂ, സ്ട്രക്ചർ മാറും ചെയ്തു. പരിപാടി കഴിഞ്ഞു. ഇവിടെ CH, ഇവിടെ CH2, ഇവിടെ CH3. അപ്പൊ മേളിലെ സ്ട്രക്ചർ ഇങ്ങനെ ആയിരുന്നു, അപ്പൊ താഴത്തെ സ്ട്രക്ചർ ഇങ്ങനെ മാറി. സോ ദിസ് ഈസ് നോൺ ആസ് ചെയിൻ ഐസോമറിസം. ഇത്രയുള്ള പരിപാടി, വേറെ ഒന്നും പഠിക്കണ്ട. അപ്പൊ ഒരേ തന്മാത്രാ സൂത്രം, വ്യത്യസ്ത സ്ട്രക്ചർ, ദിസ് ഈസ് നോൺ ആസ് ചെയിൻ ഐസോമറിസം. ക്ലിയർ ആണല്ലോ? ബുദ്ധിമുട്ടില്ലല്ലോ? അപ്പൊ മേളിലെ തന്മാത്രാ സൂത്രം എന്താണോ അതേ തന്മാത്രാ സൂത്രം താഴെയും വരണം. സോ റൈറ്റ് ആൻസർ. ഇനി രണ്ടാമത്തെ ഐസോമറിസത്തെ നമ്മൾ പറയുന്ന പേരാണ് പൊസിഷൻ ഐസോമറിസം. എന്താ പറയാ? പൊസിഷൻ ഐസോമറിസം. സാറേ എന്താ ഈ പൊസിഷൻ ഐസോമറിസം? പേരിൽ തന്നെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. എന്തായാലും ഒന്നാമത്തെ പോയിന്റ് എന്താ വരിക പറഞ്ഞോളി? സെയിം മോളിക്യുലർ ഫോർമുല. എന്താടാ? ഒരേ തന്മാത്രാ സൂത്രം. സാറേ അത് നമുക്ക് സെറ്റാണ്, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഓക്കെയാണ് സർ. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രമാണ്, നോക്കിക്കോ. എന്താണ് സാർ ഈ ചിത്രം? എടാ ഇവിടെ മെസ്സി, അപ്പൊ വേൾഡ് കപ്പ് ഒക്കെയാണ് വരുന്നത്, പിന്നെ മകൾക്ക് അറിയാം. സോ ഇവിടെ മെസ്സിയാണ്. അപ്പൊ ഇത് ചോദ്യമാ, ഇത് ഉത്തരം, ആൻസറാ. അപ്പൊ ചോദ്യത്തിലും മെസ്സിയാണ്, ഉത്തരത്തിലും മെസ്സി, ഒരേപോലെയുള്ള മെസ്സി. അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഒരേ തന്മാത്രാ സൂത്രം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ സാറേ ചോദ്യത്തിൽ
ചോദ്യത്തിൽ മെസ്സിന്റെ മുകളിൽ ഒരു ബോൾ ഉണ്ട്, തലന്റെ മുകളിൽ. ഉത്തരത്തിലും ഒരു ബോൾ ഉണ്ട്. അപ്പൊ ഒരേപോലുള്ള വേറെ ആളുടെ വന്നല്ലോ, ഇവരെ നമുക്ക് പറയാം സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഒരേ തന്മാത്രാ സൂത്രം. രണ്ടാമത്തത് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്, ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ മൂന്നാമത്തെ പോയിന്റിന്റെ മക്കൾ എന്നോട് പറഞ്ഞോളി, അപ്പൊ ഡിഫറെന്റ് ആയിട്ട് എന്താ ഉണ്ടാവുക? സാറേ ഇത് സിമ്പിൾ ആണല്ലോ. ഒന്നാമത്തെ ചോദ്യത്തിൽ മെസ്സിന്റെ തലന്റെ മുകളിലാണ് ബോള്. ഉത്തരത്തിൽ വന്നപ്പോൾ അത് കാലുമലായിട്ടുണ്ട്. സോ പൊസിഷൻ മാറിയിട്ടുണ്ട്, സ്ഥാനം മാറിയിട്ടുണ്ട്. അപ്പൊ ആരെ സ്ഥാനം മാറിയത്? ബോളിന്റെ സ്ഥാനം മാറി. സോ പൊസിഷൻ ഡിഫറെന്റ് ആണ്, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള പൊസിഷൻ, സ്ഥാനസംഖ്യ ഡിഫറെന്റ് ആണ്, വ്യത്യാസമാണ്. സോ ഈ ഐസോമറിസത്തെ പറയുന്ന പേരാണ് പൊസിഷൻ ഐസോമറിസം. അപ്പോ സെയിം മോളിക്കുലാർ ഫോർമുല, ഒരേ തന്മാത്രാ സൂത്രം, ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ്, പക്ഷെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറ്റി കൊടുത്താൽ മതി. അങ്ങനെ നിങ്ങൾ സാറേ ഒരു ചോദ്യം പറഞ്ഞുതരും. ഇവിടെ ഞാൻ OH ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ചോദ്യം നോക്കാലോ. ചോദ്യത്തിൽ നോക്കടാ, 1 2 3 3 കാർബണ. ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്? OH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. എത്രാമത്തെ സാറേ OH ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നത്? ഒന്നാമത്തെ കാർബണില. 1 2 3 ഒന്നാമത്തെ കാർബണില OH വന്നത്. അപ്പൊ സാറേ ഇവന്റെ പൊസിഷൻ ഐസോമർ വരക്കാൻ പറഞ്ഞാൽ ടോട്ടൽ 3 കാർബൺ തന്നെ. 1 2 3. ഈ ഒന്നാമത്തെ കാർബണിൽ എനിക്ക് OH കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? പൊസിഷൻ നമ്പർ മാറ്റണം. അപ്പൊ 1 എന്നുള്ള നമ്പർ ഞാൻ രണ്ടാമത്തെ കാർബണിലോട്ട് കൊണ്ടുപോയിട്ടു. സോ ഇവിടെ എന്താ മാറിയത്? പൊസിഷൻ സംഖ്യ, പൊസിഷൻ നമ്പർ മാറി. സോ ഇത്തരം ഐസോമറിസത്തെ പറയുന്ന പേരാണ് പൊസിഷൻ ഐസോമറിസം. ക്ലിയർ അല്ലേ സാർ? അങ്ങനെയാണെങ്കിൽ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞേരി. ഞാൻ ഹൈഡ്രജൻ കൊടുക്കുന്നില്ലേ? 1 2 3 4 5 6 ടോട്ടൽ 6 കാർബൺ ഉണ്ട്. സോ 6 കാർബണിലെ രണ്ടാമത്തെ F ആ, ഫ്ലൂറോ എന്ന് പറഞ്ഞിട്ട് ഹാലോ ഫംഗ്ഷൻ ഗ്രൂപ്പിലെ ഫ്ലൂറോ എന്നാണ്. സോ സാറേ ഇവന്റെ ഉത്തരം നമ്മൾ വരക്കുമ്പോൾ ടോട്ടൽ എത്ര കാർബൺ കൊടുക്കണം? മെയിൻ ചെയിനിൽ 6 ഉണ്ടെങ്കിൽ 6 കൊടുക്കണം. 1 2 3 4 5 6 6 കൊടുത്തു. ഇനി എന്താ സാറേ ചെയ്യേണ്ടത്? ചോദ്യത്തിൽ രണ്ടാമത്തെ കാർബണിലായിരുന്നു ഫ്ലൂറിന്. അപ്പൊ ഉത്തരം വരുമ്പോൾ 2 കൊടുക്കാൻ പറ്റുമോ? 2 കൊടുക്കാൻ പറ്റൂല. വേണമെങ്കിൽ 3 കൊടുക്കാം. അപ്പൊ ഉത്തരം റെഡിയായി. ഇനിയിപ്പോ 1 കൊടുക്കാം സാറേ, 1 കൊടുക്കാം. ഉത്തരം റെഡിയായി. ഇത്രയുള്ള പരിപാടി. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പൊ പൊസിഷൻ സംഖ്യ മാറിക്കഴിഞ്ഞാൽ അത് പൊസിഷൻ ഐസോമറിസം ആണ്. ഇനി സാറേ മൂന്നാമത്തെ ഐസോമറിസം ഏതാ? ഫങ്ഷണൽ ഐസോമറിസം. സോ വെരി ക്ലിയർ. ഇവിടെ സാറേ മെസ്സി ഉണ്ട് ചോദ്യത്തിൽ, റെഡിയാണ്. സോ മെസ്സിന്റെ അതേ ഓർഡർ ഇവിടെ കാണുന്നുണ്ട്, പക്ഷേ മെസ്സിന്റെ തല മാറിയിട്ടുണ്ട് സാറേ. ഇവിടെ നമ്മളെ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് തലയായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് കിട്ടി. അവിടെ ഏത് ഐസോമറിസം ആയാലും ഒന്നാമത്തെ പോയിന്റ് സെയിം മോളിക്യുലാർ ഫോർമുല, ഒരേ തന്മാത്രാ സൂത്രം. അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പാ. ചോദ്യത്തിൽ OH ആണെങ്കിൽ ഉത്തരത്തിൽ ആ OH എന്നുള്ളത് മാറിയിട്ടുണ്ട്, O ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുണ്ട്. സോ വെരി ക്ലിയർ, ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇത്രയേ ഉള്ളൂ, വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതിനെ പറയുന്ന പേരാണ് ഫങ്ഷണൽ ഐസോമറിസം. ക്ലിയർ അല്ലേ? ഒരു പോയിന്റ് നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ട്, സെയിം മോളിക്കുലാർ ഫോർമുലേക്കാരാം. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താ? ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ സാർ ഇതിൽ എന്താ പഠിക്കാനുള്ളത്? ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കോഡാണ് പഠിച്ചോ. OH ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് ചോദ്യത്തിലെങ്കിൽ ഉത്തരത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് O ഫങ്ഷണൽ ഗ്രൂപ്പാ. ഇനി ചോദ്യത്തിൽ CHO എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഉത്തരത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് CO എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പാ. ഇതങ്ങോട്ട് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അങ്ങനെ സാറേ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞേരി. ഇവിടെ നോക്കിക്കോടാ, ഇവിടെ ചോദ്യത്തിൽ OH ഫങ്ഷൻ ഗ്രൂപ്പ് ആട്ടോ. ഇവന്റെ മോളിക്കുലാർ ഫോർമുല ഏതാണ്? 1 2 കാർബൺ. അപ്പൊ C2. ഹൈഡ്രജൻ ഉണ്ടാണ് 3 2 5 5 1 6. അപ്പൊ C2H6. പിന്നെ ആരുടെ ഉണ്ട്? ഓയുടെ ഉണ്ട്. ഇതാണ് മോളിക്കുലാർ ഫോർമുല. ചോദ്യത്തിൽ OH വന്നു കഴിഞ്ഞാൽ ഉത്തരത്തിൽ അത് ആരായി മാറ്റണം? O ഫങ്ഷണൽ ഗ്രൂപ്പ് ആക്കി മാറ്റണം. ഇതാണ് ഫങ്ഷണൽ ഐസോമറിസം. O എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പിനെ നമുക്ക് ബ്രാഞ്ച് ആയിട്ട് കൊടുക്കാൻ പറ്റൂല. ഇൻ ബിറ്റ്വീനിലെ 2 കാർബണിന്റെ ഇടയിലേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഇവിടെ O കൊടുത്തു. അപ്പൊ ഇവന്റെ മോളിക്കുലാർ ഫോർമുല നോക്കുമ്പോൾ C2H6O. അപ്പൊ തന്മാത്രാ സൂത്രം സെയിം ആയി, പക്ഷെ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറിയിട്ടുണ്ട് സാറേ. ഈ ഐസോമറിസത്തെ പറയുന്ന പേരാണ് ഫങ്ഷണൽ ഐസോമറിസം. ക്ലിയർ ആണല്ലോ? ഇനി സാറേ നാലാമത്തെ എന്താണ് സാറേ? മെറ്റാമെറിസം. ഏതാടാ? മെറ്റാമെറിസം. ഇപ്പൊ നമ്മൾ മെസ്സിനെയും ക്രിസ്ത്യാനോയും ഒക്കെ എടുത്തു, ഇനി നെയ്മറിനെ എടുത്തില്ല എന്നുള്ള പരാതി വേണ്ട. നെയ്മറിനെയും നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഏത് ടീം ജയിച്ചാൽ നമ്മൾ സെറ്റ് അല്ലേ? സോ നെയ്മറിനെ എടുത്തു കഴിഞ്ഞാൽ സാർ മെറ്റാമർ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
മെറ്റാമറിസം എന്ന് കേൾക്കുമ്പോൾ എന്റെ മക്കളുടെ ഓർമ്മയിലോട്ട് ഓടി വരേണ്ട കാര്യം രണ്ടെണ്ണം. CO എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പും O എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പും മാത്രമേ മെറ്റാമറിസം കാണിക്കുകയുള്ളൂ കേട്ടോ. CO എന്ന് പറഞ്ഞ കീറ്റോ ഫങ്ഷണൽ ഗ്രൂപ്പും O എന്ന് പറഞ്ഞ ആൽക്കോക്സി ഫങ്ഷണൽ ഗ്രൂപ്പും മാത്രമേ മെറ്റാമറിസം കാണിക്കുള്ളൂ. സാറേ എന്താ ഈ മെറ്റാമറിസം? ഇതാണ് ചോദ്യം എന്ന് വിചാരിക്കുക. സെന്ററിൽ ആരുണ്ടാ? നമ്മളെ നെയ്മറിനെ വെച്ചിട്ടുണ്ട്. ഈ നെയ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവൻ എന്ത് പറയാം? O എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഗ്രൂപ്പാണ് വിചാരിക്കാം. O എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഈ O എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ ലെഫ്റ്റും റൈറ്റും നോക്കുമ്പോൾ ഇവിടെ 3 ബോൾ ഉണ്ട്, ഇവിടെയും 3 ബോൾ ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ബോളാണ്? 6 ബോളാ. അപ്പൊ മോളിക്കുലാർ ഫോർമുല നമ്മൾ സെയിം ആക്കണം. അപ്പൊ ഇവന്റെ മെറ്റാമർ വരക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി അറിയോ? നെയ്മറിന്റെ ഈ സൈഡിൽ ഒരു ബോൾ ഉണ്ടായിരുന്നല്ലോ, ഈ ഏതെങ്കിലും ഒരു സൈഡിലെ കാർബൺ എടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോയിടുക. അതായത് ഇവിടെ നിന്ന് ഒരു ബോളിനെ എടുത്തിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിടുക. അപ്പൊ സാറേ ഇവിടെ എത്ര ബോൾ ഉണ്ടാവുക? ഇവിടെ ടോട്ടൽ 2 ബോൾ ഉണ്ടാവും, ഇവിടെ 4 ബോൾ ആവും. ടോട്ടൽ അപ്പൊ എത്ര ഇടാം? 6 ബോൾ ആയിട്ടുണ്ട്. ഇതാണ് മക്കളെ മെറ്റാമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒരു കാർബൺ എടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുപോയി പൊട്ടിക്കുന്നു. സോ പരിപാടി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സാർ ഇതൊന്ന് പറഞ്ഞേരി. ഞാൻ പറഞ്ഞു O എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഗ്രൂപ്പോ അല്ലെങ്കിൽ CO ഫംഗ്ഷൻ ഗ്രൂപ്പിലെ മെറ്റാമർ കാണിക്കുള്ളൂ. ഇവിടെ O ആണ്. ഈ O ഞാൻ കട്ട് ചെയ്തു. ലെഫ്റ്റിൽ 2 കാർബൺ ഉണ്ട്, റൈറ്റിലും 2 കാർബൺ ഉണ്ട്. അപ്പൊ ടോട്ടൽ 4 കാർബൺ ആണ്. അപ്പൊ ഉത്തരത്തിൽ 4 കാർബൺ വരണം. ഞാൻ ഇതിന്റെ ഉത്തരം വരക്കുമ്പോൾ ഈ സൈഡിലെ ഒരു കാർബൺ എടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടിട്ടു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കാർബണും ഇവിടെ 3 കാർബണും. സോ ടോട്ടൽ 4 കാർബൺ ആയി. ഇതാണ് മക്കളെ മെറ്റാമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അത് വരക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തരട്ടെ. ഇനി CO ഫംഗ്ഷൻ ഗ്രൂപ്പ് ആട്ടോ. CO വെച്ചേ ഇവിടെ ഞാൻ CH3 CH2, ഇവിടെയും CH2 CH3. ഇതാണ് ചോദ്യം. അപ്പൊ ടോട്ടൽ ഇവന്റെ കാർബണിന്റെ എണ്ണാണ് 1 2 3 4 5. അപ്പൊ C5. ഇനി ഹൈഡ്രജൻ ഉണ്ടുമ്പോൾ 3 2 7 7 2 9 9 3 എത്രയടാ? 12. അപ്പൊ C5 H12. പിന്നെ ആരുടെ ഉണ്ട്? O യുടെ ഉണ്ട് കേട്ടോ. C5 H12 എന്ന് കിട്ടി, H12 O എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സാറേ ഇനി അടുത്തത് പറഞ്ഞേരി. ഇവനെ നമ്മൾ വരക്കുമ്പോൾ ഇവിടുത്തെ ഒരു കാർബൺ എടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടിടാ എന്നല്ലേ നമ്മൾ പഠിച്ചത്? അങ്ങനെയാണെങ്കിൽ സെന്ററിൽ CO വരച്ചു. ഇവിടുന്ന് ഒരു കാർബൺ പോകുമ്പോൾ ബാക്കി ഒരു കാർബൺ ഉണ്ടാവുള്ളൂ. ഇവിടെ ബാക്കി 3 കാർബൺ ആയി മാറിണ്ടാവും. അപ്പൊ ഇവിടെ CH3, ഇവിടെ CH2, ഇവിടെയും CH2, ഇവിടെ CH3. ടോട്ടൽ എണ്ണുമ്പോൾ C5 H12 O എന്ന് തന്നെ കിട്ടും. മക്കളെ ഇതാണ് മെറ്റാമറിസം. അപ്പൊ മെറ്റാമറിസം കാണിക്കുന്ന 2 ഫംഗ്ഷൻ ഗ്രൂപ്പ് ചോദിച്ചാൽ O പറഞ്ഞ ആൽക്കോക്സി ഫംഗ്ഷൻ ഗ്രൂപ്പും CO എന്ന് പറഞ്ഞ കീറ്റോ ഫംഗ്ഷൻ ഗ്രൂപ്പും മാത്രമേ മെറ്റാമറിസം കാണിക്കുള്ളൂ. മക്കളെ ഇതുപോലെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ പഠിപ്പിച്ചു തരാൻ ഞങ്ങൾ റെഡി ആടാ. സോ അതിനുള്ള നമ്മൾ RMS മെയിൻ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ MS സൊല്യൂഷന്റെ SSLC ബാച്ച് ആടാ നമ്മുടെ RMS മെയിൻ ബാച്ച്. മക്കളെ വിട്ട് കളയരുത്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോ. താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക? ഒന്ന് കോൺടാക്ട് ചെയ്യുക. 7902 400 800 എന്ന് പറഞ്ഞ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ എല്ലാ സബ്ജക്റ്റും ട്രിക്കുകളോട് കൂടെ നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചിട്ട് ഞങ്ങളുടെ നിങ്ങളുടെ A+കളുടെ എണ്ണം കൂട്ടാൻ ഞങ്ങൾ ഇവിടെ റെഡിയാണ്. സോ ആരും മറക്കണ്ട, ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.